ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യ ആരോടും പറയാതെ ശരത്തിനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണ, അച്ഛാ, ഞാൻ ശരത്തിനെ കാണാനാണ് പോകുന്നത്. അവൻ്റെ അമ്മ എടുത്തിട്ടുള്ള സ്വർണം തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ മാറി മറിയും അച്ഛാ. ഇനി ശരത്ത് ഇവിടെ നിന്ന് എന്നേക്കുമായി പോകുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി അവൻ്റെ ശല്യവും തീരും. എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അച്ഛനോട് മാത്രമാണ് പറയുന്നത്, ഏട്ടത്തിയോട് പറഞ്ഞിട്ടില്ല. ഏട്ടത്തിയോട് പറഞ്ഞാൽ ഏട്ടത്തി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹരനെ ഉമ്മ ഒക്കെ വെച്ച ശേഷമാണ് നിത്യ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ മനോഹരന് ശരത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് കേൾക്കുന്ന സമയത്ത് തടസ്സം നിൽക്കാനൊക്കെ, വേണ്ട അവിടേക്ക് പോവണ്ട എന്ന് പറയാനൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ മനോഹരന് ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ നിത്യ പോവാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ പാർവതി ഇരിക്കുന്നത്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, എവിടേക്കാണ് ഇനി പോകുന്നത്? ഓ, അമ്മയോട് ഇനിയിപ്പോൾ അതും പറയണം, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ നാളും പേരും ഒക്കെ അമ്മയോട് പറയണോ? എന്നോട് അതൊന്നും പറയണ്ട. എല്ലാവരോടും എന്തെങ്കിലും ചോദിച്ചാൽ ഇവിടെയൊക്കെ ദേഷ്യപ്പെടലല്ലേ ഇപ്പോൾ ഉള്ളത്. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അമ്മ ഇവിടെ വന്ന് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, അമ്മ ഒരു പാവമാണെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നിത്യ പാർവതി അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, അമ്മയുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. അമ്മയുടെ മനസ്സിൽ അമ്മ തിരിച്ചു വെച്ചിരിക്കുന്ന ഈ തെറ്റിദ്ധാരണകൾ എല്ലാം തന്നെ മാറും. അതോടുകൂടി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും മാറും. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക. ഞാനിപ്പോൾ പോകുന്നത് ഒരു നല്ല കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവാൻ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത്. ആ, നീ എന്താ എന്നോടൊന്നും പറയുന്നില്ലേ? നീ കെട്ടിപ്പിടുത്തമൊന്നും എന്നെ ചെയ്യുന്നില്ലേ? നിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചതൊക്കെ ഞാൻ കണ്ടു. നീ പണ്ടൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. അന്ന് നിനക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിനെന്താ, എൻ്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കല്ലേ വേണ്ടൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കലും ഉമ്മ ഒക്കെ ചെയ്യണം. അപ്പോൾ മോൾക്ക് നല്ലത് മാത്രമാണ് വരൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി തിരിച്ചും പറയട്ടെ, ഇവളൊരു പാവമാണ് എന്നൊക്കെ പാർവതിയോട് പറയണം. അപ്പോൾ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം, അതിനു വേണ്ടിയാണ് മുത്തശ്ശി ആഗ്രഹിക്കുന്നത്. നിത്യ എല്ലാവരോടും സന്തോഷത്തോടു കൂടി സംസാരിച്ചിട്ടാണ് ശരത്തിനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിത്യ പറയണേ, ഇവിടെ ഏട്ടത്തി കൂടി വേണ്ടതായിരുന്നു എന്നും പറഞ്ഞാണ് നിത്യ പോകുന്നത്. അപ്പോൾ ശരത്താണെങ്കിലോ ദേവികയുടെ ഫോണിലേക്ക് മെസ്സേജ് വിട്ടിട്ടുള്ളത് ആളൊഴിഞ്ഞ ആ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ദേവിക തിരിച്ച് മറുപടി ഓക്കെ എന്ന് കൊടുക്കുമ്പോഴൊക്കെ ശരത്ത് ദേവിക തന്നെയാണ് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ദേവികയെ കൊന്നു കളയാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ്, ദേവികയെ കൊണ്ടുള്ള ശല്യം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ശരത്ത് ആളൊഴിഞ്ഞ് ആ വീട്ടിൽ നിൽക്കുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ അച്ഛൻ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വിഷ്ണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നിനക്ക് എങ്ങനെയാണ് വിഷ്ണുവിനെ പരിചയമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര അങ്ങ് പതറുകയാണ് കേട്ടോ. എന്താ പറയാനൊരു മടി എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും എന്നുണ്ടോ ഇനി എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല അച്ഛാ എന്ന് പറയാണ്. അപ്പോൾ നിന്നോട് പലതവണ സിദ്ധു പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ ശരിയല്ല എന്ന്, അപ്പോഴൊന്നും നീ അനുസരിച്ചല്ലോ. ഇനിയിപ്പോൾ എല്ലാം അനുഭവിച്ചോ. ഇനിയിപ്പോൾ വിഷ്ണുവിന് സംഭവിച്ചത് നിനക്കും നാളെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചോ എന്ന് പറയുമ്പോൾ, ഇനി എന്ത് സൂക്ഷിക്കാനാണ്? ഇതിൽ കൂടുതൽ ഇനി എനിക്ക് എന്ത് സംഭവിക്കാനാണ്? എൻ്റെ കല്യാണ ജീവിതം കണ്ടില്ലേ പരാജയമായിട്ട് ഇരിക്കുന്നത്. അതൊക്കെ കൂടുതൽ നീ സംസാരിക്കണ്ട. അതൊക്കെ സിദ്ധി നോക്കിക്കോളും. എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടെ നിന്നും ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞയക്കാനുള്ളതൊക്കെ സിദ്ധു ചെയ്തോളും. അതിന് ഡിവോഴ്സ് കിട്ടിയിട്ട് വേണ്ടേ, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇനിയിപ്പോൾ തീരെ നിവൃത്തിയില്ലാതാവുകയാണെങ്കിൽ ഞാനങ്ങ് എല്ലാവരുടെയും പേരെഴുതി വെച്ച് കത്തെഴുതി വെച്ച് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യും. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ, നീ എന്താടി ഭീഷണിപ്പെടുത്തുകയാണ്? അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റു തരത്തൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. അതൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് എൻ്റെ മോൻ്റെ ഭാവിയാണ് വലുത് എന്ന് പറയുമ്പോൾ ചന്ദ്ര, എന്നാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയ ശേഷം പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെ ഒന്ന് സൂക്ഷിക്കണം. ഇവൾ ആള് ചില്ലരക്കാരിയല്ല. നിവൃത്തിയില്ലെങ്കിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അവൾക്ക് ജയിക്കാൻ വേണ്ടി അവൾ മരണം കൊണ്ടെങ്കിലും എല്ലാവരെയും തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സിദ്ധുവിൻ്റെ അച്ഛൻ നിൽക്കുന്നത്. പിന്നീട് ദേവിക നിത്യയെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് കേട്ട് പാർവതി അകത്ത് നിന്ന് വരികയാണ്. നിത്യ ഇവിടെ ഇല്ല, ഇങ്ങനെ അലറി വിളിക്കേണ്ട. നിത്യ എവിടേക്കാണ് പോയത്? എങ്ങനെ? അവളൊന്നും പറഞ്ഞിട്ടില്ല. അവൾ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയിട്ടുള്ളത്. അവൾ പറയുന്നത് പച്ചക്കള്ളമാണെന്നുള്ളത് എനിക്കറിയാം. അവൾ ഇങ്ങനെയൊക്കെ ആയത് നിന്നെ കണ്ടിട്ടാണ്. നിൻ്റെ എല്ലാ കള്ളത്തരവും ഇപ്പോൾ നിത്യയും പഠിച്ചിട്ടുണ്ട്. അവൾ എവിടേക്കാണ് പോയത് എന്നുള്ളതൊന്നും അറിയില്ല. നീയല്ലേ ഇതിനൊക്കെ കാരണം. നീ കാരണമാണ് നിത്യ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയും. ദേവികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിത്യ എവിടേക്കും എന്നോട് പറയാതെ പോവാറില്ല അമ്മേ, അതാണ് ഞാൻ ചോദിച്ചത്.
എന്നിട്ട് പിന്നെ ദേവികയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ശരത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ശരത്തും ഇവിടെയില്ല. അപ്പോൾ ശരത്തിനെയും നിത്യയും ഒരുപോലെ കാണാതായിട്ടുണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് ദേവിക. അപ്പോൾ നീ വെറുതെ ശരത്തിനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ശരത്ത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് നിത്യ ഇവിടെ നിന്നും പോയിട്ടുള്ളത്. അല്ലാതെ ശരത്തിനെ നീ വെറുതെ സംശയിക്കാനൊന്നും നിൽക്കണ്ട. അവർ തമ്മിൽ ഒരുമിച്ചൊന്നൊന്നുമല്ല പോയിട്ടുള്ളത്. അപ്പോൾ നിത്യയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ദേവിക ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ്. അപ്പോൾ എന്താടി എന്ത് പറ്റി എന്ന് പാർവതി ചോദിക്കുമ്പോൾ എന്താ ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടാനാണ്, എല്ലാ കള്ളത്തരവും നീയല്ലേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണേ എന്താ അമ്മ ഈ പറയുന്നത്, ഞാൻ നിത്യയാണ് അന്വേഷിക്കുന്നത്. ആടി അതെ എനിക്കറിയാം, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നത്. നിന്നെ തന്നെയല്ലേ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ് ദേവികയെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അവനെ ദേവികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ ആവാണ് രണ്ടുപേരെയും ഒരുപോലെ കാണാതായപ്പോൾ. അപ്പോൾ ദേവിക പറയണേ എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു. ആ ശരത്താണെങ്കിലോ പക മൂത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ്. ശരത്തിനെ അല്ലടി പേടിക്കേണ്ടത്, നിന്നെയാണ് ഞങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞ് വീണ്ടും ദേവികയെ പാർവതി വല്ലാതെ കുറ്റപ്പെടുത്താണ്. അങ്ങനെ ദേവിക ദേഷ്യം പിടിച്ച് അകത്തേക്ക് അവൻ പോവാട്ടോ. എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്ത ഒരു അമ്മ എന്നുള്ള ഭാവത്തിൽ. പിന്നീട് നിത്യ ശരത്ത് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ തനിച്ച് നടന്നു പോവാണ്. അപ്പോഴാണ് നിത്യയുടെ കണ്ണിൽ ആ വീട് കാണുന്നത്. അങ്ങനെ നിത്യ അവിടേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന സമയത്ത് തന്നെ ഒരു പന്തികേട് പിടിച്ച സ്ഥലമായിട്ട് നിത്യയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ നിത്യ ചെറിയൊരു പേടിയോട് കൂടിയാണ് അവിടെയൊക്കെ ശ്രദ്ധിച്ച് അകത്ത് കയറുന്നത്. ഈ സമയം ദേവിക സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേവികയുടെ കോള് കാണുമ്പോൾ ഞാനിപ്പോൾ നിനക്ക് വിളിച്ചെങ്കിലോ എന്ന് വിചാരിച്ചതാണ്. എന്തു പറ്റി, എന്താണ് പ്രശ്നം? അതെ, ഇവിടെ ആ ചന്ദ്രയെക്കൊണ്ട് വല്ലാത്തൊരു ശല്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. വല്ലാത്ത തട്ടിക്കയറലുമാണ്. എന്തെങ്കിലും ചോദിച്ചാൽ വിഷ്ണു അകത്തായിട്ട് പോലും അവൾക്ക് ഒരു കുലുക്കവുമില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധു കാര്യങ്ങൾ പറയുമ്പോൾ അതിനെന്താ എത്രയും പെട്ടെന്ന് സിദ്ധു ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിന് ഒരുപാട് കാലതാമസം എടുക്കില്ലേ, അതാണ് പ്രശ്നം. അങ്ങനെ സിദ്ധു ദേവികയോട് ചന്ദ്രയെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ പറയാട്ടോ. അപ്പോഴാണ് ദേവിക പറയുന്നത് ഞാനിപ്പോൾ വല്ലാത്തൊരു ടെൻഷനിലാണ്. എന്തു പറ്റി ദേവിക? നിത്യ ഇവിടെയില്ല. നിത്യ ഏതോ ഒരു കുട്ടിയെ കാണാൻ വേണ്ടി, കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോയെന്നാണ് പറഞ്ഞു. പക്ഷേ എന്നോട് പറയാതെ ഇതുവരെയും നിത്യ എവിടേക്കും പോയിട്ടില്ല. എനിക്കെന്തോ സിദ്ധു വല്ലാത്തൊരു പേടിയാവുന്നു. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നിത്യ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവൾ മുതിർന്ന ഒരാളായില്ലേ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതല്ല, എനിക്കെന്തോ വല്ലാത്ത ഒരു പേടി തോന്നുന്നു. വേണ്ടാത്തതൊക്കെ മനസ്സിൽ തോന്നുന്നു. ശരത്തും ഇവിടെയില്ല. ശരത്തും നിത്യവും ഒരുമിച്ചല്ലല്ലോ പോയിട്ടുള്ളത്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എന്തോ സിദ്ധു, എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു. നീ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ ആവണ്ട. നിനക്ക് ഓവർ കെയറിങ് ആണ് ദേവിക. നീ അതങ്ങ് വിട്ടേക്ക്. നിത്യ ഏതായാലും തിരിച്ചെത്തിയാൽ നീ ചോദിച്ചാൽ പോരെ എവിടേക്കാണ് പോയതെന്ന്. അതോടുകൂടി പ്രശ്നം തീരില്ലേ. നീ ടെൻഷൻ ആവാതിരിക്കെ. ഇപ്പോൾ നിനക്ക് ഫോൺ വിളിച്ച് കിട്ടാതിരുന്നത് അത് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ നീ കരുതുന്നത് പോലെ മറ്റൊന്നും സംഭവിക്കില്ല. നീ ടെൻഷൻ ആവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ദേവികയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോഴും ദേവികയ്ക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ല. നിത്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ആ ടെൻഷനിൽ തന്നെയാണ് ദേവിക നിൽക്കുന്നത്. ഈ സമയം നിത്യ ശരത്ത് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ നോക്കുകയാണ്. അപ്പോഴൊക്കെ അവിടെ ഒരു പന്തികേട് പോലെ നിത്യയ്ക്ക് തോന്നുകയാണ്. എന്നിട്ടും നിത്യ സൗണ്ട് ഉണ്ടാക്കാതെ ശരത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് ശരത്ത് മൂക്കറ്റം കള്ള് കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നിത്യയെ കണ്ടപ്പോൾ ശരത്ത് അങ്ങ് അതിശയിച്ചു പോവാണ്. നീയാണോ വന്നത്? ഞാൻ ദേവികയ്ക്ക് വെച്ച കെണിയിൽ നീയാണോ വന്ന് ചാടിയത്? അപ്പോൾ നിത്യ പറയണേ എടാ ചതിയ, നീ പറഞ്ഞതെല്ലാം ഞാനാണ് കേട്ടത്. ദേവികേടത്തിയല്ല ഇവിടേക്ക് വരുന്നത്, ഞാനാണ് വരുന്നത് എന്ന് അതുകൊണ്ടാണ് തീരുമാനിച്ചത്. മര്യാദയ്ക്ക് ആ സ്വർണം ഇങ്ങ് താടാ. ആ സ്വർണം തരാമല്ലോ. പക്ഷേ ദേവികയാണ് ഇവിടേക്ക് വരിക എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ നീയല്ലേ നിത്യക്കുട്ടി വന്നത്. എന്തായാലും ദൈവം കൂടി വിചാരിക്കണം എന്നുള്ളത് ഇത് തന്നെയാണ് സത്യം. ഞാൻ ആ ദേവികയെ ഒരുപാടങ്ങ് മോഹിച്ചു. പക്ഷേ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ദേവികയ്ക്ക് പകരം നീ അത് തൃപ്തിപ്പെട്ടോളാം, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വഷളത്തരത്തിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിത്യ പറയണ മര്യാദയ്ക്ക് ആ സ്വർണം തരുന്നുണ്ടോ? നീയല്ലേടാ സ്വർണം തരാമെന്ന് ദാ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പുതിയ അങ്ങ് നിത്യ മാറ്റുന്ന സമയത്ത് അതും കള്ളുകുപ്പിയാണ്. നീ ഗോൾഡാണോ ഉദ്ദേശിച്ച് വന്നത്? ആ ഗോൾഡ് തന്നെയാണത്. നീ ഉദ്ദേശിച്ച് ഗോൾഡല്ല. നീ എന്ത് കരുതി? ഞാനിങ്ങനെ പലരോടും സ്നേഹത്തിലും സ്നേഹമില്ലാതെയും നയത്തിലും ഒക്കെ സംസാരിക്കും. അതൊക്കെ എൻ്റെ ഒരു അടവാണ്. നിവൃത്തിയില്ലെങ്കിൽ കൊന്നുകളയാനും എനിക്ക് ഒരു മടിയുമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്.
അങ്ങനെ ശരത്ത് ഇരിക്കുന്ന ആ ഭാഗത്തു നിന്നും എണീക്കുകയാണ്. എന്നിട്ട് നിത്യയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ നിത്യയ്ക്കാണെങ്കിലോ അവൻ്റെ ആ വരവ് കാണുമ്പോൾ തന്നെ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. നിത്യയോട് ശരത്ത് മോശമായി പെരുമാറാനുള്ള ആ ഒരു സാധ്യത നിത്യയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എടാ ചതിയ, അപ്പം നീ ചതിക്കുകയാണല്ലേ എന്ന് പറയുമ്പോൾ, അതെ, നീ എന്താ കരുതിയത്? ദേവികയ്ക്ക് പകരം നീ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞ് ശരത്ത് നിത്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. ആ സമയത്ത് നിത്യ നല്ല ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.